വിഴിഞ്ഞം തുറമുഖത്തിന് കേന്ദ്രം വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് അനുവദിച്ചില്ല. അപ്പോൾ ഇത് സ്വീകരിക്കണമോ എന്നതിൽ മന്ത്രിസഭയായിരിക്കും ഇന്നിപ്പോൾ ഒരു തീരുമാനം എടുക്കുക. ദീർഘകാല തുകയായി മാത്രം തുക അനുവദിക്കാമെന്ന നിലപാടിലാണ് ഇപ്പോഴും കേന്ദ്രം. പക്ഷേ വ്യവസ്ഥകളോടെ ഈ ഫണ്ട് സ്വീകരിക്കുന്നതിൽ സംസ്ഥാനത്തിന് വിയോജിപ്പുണ്ട്. മറ്റ് ചില വായ്പകൾ ആശ്രയിക്കുന്നതും ആലോചനയിലാണ്. VGF ഇനത്തിൽ ലഭിക്കേണ്ടത് 817 കോടി രൂപയാണ്. അപ്പോൾ എങ്ങനെയാകും ഇന്നത്തെ മന്ത്രിസഭാ യോഗം? ഏതൊക്കെ കാര്യങ്ങളിലാവും ഒരു തീരുമാനമെടുക്കുക? ഈ കേന്ദ്രം പറയുന്നതിനോട് ഏതെങ്കിലും തരത്തിൽ യോജിക്കാൻ കേരളം തയ്യാറാകുമോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. അപ്പോൾ വിശദാംശങ്ങളുമായി നമുക്കിപ്പം ചന്തു ചേരുന്നുണ്ട്. ചന്തു, ഗുഡ് മോർണിംഗ്. ദീർഘകാല വായ്പയായി നൽകാമെന്നാണ് കേന്ദ്ര നിലപാട്. പക്ഷേ സംസ്ഥാനത്തിന് അതിനോട് വലിയ വിയോജിപ്പുണ്ട്, വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള സാധ്യത എത്രത്തോളമാണ്? ഗുഡ് മോർണിംഗ് ചന്തു. സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ഈ VGFുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സർക്കാർ ഒരു തീരുമാനത്തിലേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നത്തെ മന്ത്രിസഭാ യോഗം ഇക്കാര്യം വിശദമായി തന്നെ ചർച്ച ചെയ്യും. കാരണം സംസ്ഥാനം പലതവണ ആവർത്തിച്ച് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു ഈ VGFായി നൽകുന്ന 817 കോടി രൂപ അതിൽ ഇളവ് വേണമെന്നാവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ വായ്പയായി മാത്രമേ ഈ തുക അനുവദിക്കാനാകൂ എന്ന നിലപാടിലാണ് കേന്ദ്രം. മുഖ്യമന്ത്രി തന്നെ അത് അങ്ങനെ കഴിയില്ല, കാരണം വായ്പയായി അനുവദിക്കുക അല്ല, അതിൽ ഇളവ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് പലതവണ കേന്ദ്രത്തിന് കത്ത് നൽകി. പക്ഷേ ഇതിലൊന്നും കേന്ദ്രം ഒരു അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ VGF തന്നെ വേണോ എന്ന കാര്യത്തിൽ, അത് സ്വീകരിക്കണമോ എന്ന കാര്യത്തിൽ ഒരു നിലപാടെടുക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ കേന്ദ്രം നൽകുന്ന 817 കോടി രൂപ അത് VGFായി സർക്കാർ സ്വീകരിക്കുകയാണെങ്കിൽ 2034 മുതൽ അതിൻ്റെ ലാഭവിഹിതം, അതായത് വിഴിഞ്ഞം തുറമുഖം അതിൻ്റെ ഘട്ടങ്ങൾ പൂർത്തിയായി ലാഭവിഹിതം ലഭിച്ചു തുടങ്ങുമ്പോൾ സംസ്ഥാനം 20% പലിശ കൂടി ചേർത്ത്, അതായത് 20% തുക കൂടി ചേർത്ത്, ലാഭവിഹിതത്തിൻ്റെ 20% കൂടി ചേർത്ത് കേന്ദ്രത്തിന് അടച്ച് തുടങ്ങേണ്ടി വരും. അങ്ങനെ അടച്ചു തുടങ്ങുമ്പോൾ അത് വലിയൊരു തുക കേന്ദ്രത്തിലേക്ക് സംസ്ഥാനം കൊടുക്കേണ്ട ഒരു അവസ്ഥയുണ്ടാവും. 10,000 കോടി രൂപയോളം ഇത്തരത്തിൽ കേന്ദ്രത്തിന് നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന ഒരു വിലയിരുത്തലിലാണ് സംസ്ഥാന സർക്കാർ ഉള്ളത്. അതിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ വരും. എന്തായാലും അത്തരത്തിലൊരു ബാധ്യത എടുക്കേണ്ട സാഹചര്യം നിലവിൽ ഉണ്ടോ എന്ന കാര്യമായിരിക്കും ഇന്നത്തെ മന്ത്രിസഭാ യോഗം പരിശോധിക്കുന്നത്. അങ്ങനെയെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ തുക കണ്ടെത്താൻ കഴിയുമോ എന്ന കാര്യം സർക്കാർ പരിശോധിക്കുന്നുണ്ട്. കേന്ദ്രത്തിൻ്റെ ഈ തുക, VGF നൽകുന്ന തുക എന്തായാലും വായ്പ എന്ന ഇനത്തിലാണ് കേന്ദ്രം പരിഗണിക്കുന്നത്. അങ്ങനെയെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഇത്ര ബാധ്യത വരാത്ത വിധത്തിൽ വായ്പയായി സംഘടിപ്പിക്കാൻ കഴിയുമോ എന്ന ഒരു സാഹചര്യം സർക്കാർ പരിശോധിക്കുന്നുണ്ട്. വിശദമായി തന്നെ ഇന്നത്തെ മന്ത്രിസഭാ യോഗം അത് ചർച്ച ചെയ്യും. ചർച്ച ചെയ്തതിന് ശേഷം ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സേതുലക്ഷ്മി. ഓക്കെ ചന്തു.